പ്രിയദർശിനി ബസ്സുകളിൽ ഉണ്ടാകുന്ന തിക്കും തിരക്കും അപകടങ്ങളിലേക്ക് നയിക്കുന്ന ഒരുപാട് സംഭവങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുവരുന്നത്. നോക്കൂ, ഈ അപകട യാത്രകൾ ഒഴിവാക്കണമല്ലോ, അതിനുവേണ്ടി എന്ത് ചെയ്യണം? ജനങ്ങൾ തന്നെ പറയുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി സാന്ത്വന സാജു അവരോട് ചോദിച്ചു, അവർ മറുപടി പറഞ്ഞു. നമുക്ക് കേൾക്കാം. തിരുവനന്തപുരം തമ്പാനൂർ ഭാഗത്ത് നിന്നും ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോകുന്ന ഒരു പ്രിയദർശിനി ബസ്സാണ് എനിക്ക് പിന്നിൽ കാണുന്നത്. ഇതിപ്പോൾ തമ്പാനൂർ ഭാഗത്ത് നിർത്തിയിട്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ബസ് ഇവിടുന്ന് പുറപ്പെടും. വലിയ തിരക്കാണ് ബസ്സിൽ അനുഭവപ്പെടാറുള്ളത്. നമുക്കിപ്പോൾ ഈ ബസ്സിലേക്ക് ഒന്ന് കയറി നോക്കാം. ഇവിടുത്തെ യാത്രക്കാർ, സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരോട് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. കൂടുതൽ ബസ് പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായിട്ട് ഇടേണ്ടതുണ്ടോ, യാത്രക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് ചോദിച്ചു നോക്കാം. ഈ ബസ് ഇവിടുന്ന് എടുത്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ തന്നെ നമുക്ക് കാണാം എല്ലാ സീറ്റിലും ആളുകളുണ്ട്, സ്ത്രീകളുമുണ്ട്, അതുപോലെ തന്നെ പുരുഷന്മാരും ആ ബസ്സിൽ വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ സ്ഥിരമായി യാത്ര ചെയ്യുന്നവരാണോ പ്രിയദർശിനി? എങ്ങനെയാണ് തിരക്ക്? എങ്ങനെയാണ്? നല്ല തിരക്കുണ്ട്. കൂടുതൽ ബസ്സുകൾ വേണമെന്നാണോ? കൂടുതൽ ബസ് വേണമെന്നാണ്. രാവിലെ വൈകിട്ടുമൊക്കെ യാത്ര ചെയ്യാറുണ്ട്? എല്ലാം ചെയ്യാം. രാവിലെ സ്കൂൾ ടൈമിലും അങ്ങനെയാണോ? അല്ല, എപ്പോഴും തിരക്കാണ്. കൂടുതലും വൈകിട്ടാണ് തിരക്ക് കൂടുതൽ. കൂടുതൽ ബസ് വേണമെന്ന് തന്നെയാണ്? അതെ. സ്ഥിരമായി പ്രിയദർശിനി പോയി വരുന്ന ആളാണ്? അതെ. എങ്ങനെയുണ്ട് തിരക്ക്? എങ്ങനെയുണ്ട്? തിരക്ക് കൂടുതലാണ് ഇപ്പോൾ. കാരണം ഇപ്പോൾ സാധാരണ ആളുകൾക്ക് പോകാൻ എളുപ്പമുള്ളത് കൊണ്ട് അവർ ഫ്രീ ആയിട്ട് പോകാൻ കരുതുന്നതുകൊണ്ട് അവരും കൂടെ കയറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് നമുക്കിപ്പോൾ ഭയങ്കര തിരക്കാണ്. അപ്പോൾ കയറാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ 2-3 ബസ്സുകൾ ആ സമയത്ത് കൂടുതൽ വിട്ടാൽ നമുക്കും പോകാൻ എളുപ്പമുണ്ടായിരിക്കും. കാരണം നമുക്ക് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ദൂരെ നിന്ന് വരുന്ന മെഡിക്കൽ കോളേജ് ബോർഡ് വെച്ച് വരുമ്പോൾ ഈ സാധാരണ ആളുകൾ കൂടുതലായി കയറുമ്പോൾ ഞങ്ങൾക്ക് ജോലിക്ക് പോകുന്നവർക്ക് അതിനകത്ത് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഈ ബസ് പ്രതീക്ഷിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ ബസ് ഫുള്ളാവുമ്പോൾ നിർത്താതേക്ക് പോകും. അപ്പോൾ 2-3 ബസ് ഒരേപോലെ വിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കയറാൻ പറ്റും. എങ്ങനെയുണ്ട് തിരക്ക്? എങ്ങനെയുണ്ട്? പലതും തിരക്ക് ഭയങ്കരം തന്നെ. നമ്മളെ ഇടിയും ഒക്കെ കൊണ്ട് തന്നെ കയറണം. പ്രായവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? കൂടുതൽ ബസ്സുകൾ വേണമെന്നാണോ പദ്ധതി? എങ്ങനെയുണ്ട് പദ്ധതി? കൊള്ളാം, പക്ഷേ സമയത്ത് അവരെടുക്കൂല. ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞേ പോവുള്ളൂ. ഇത് സ്പീഡിനാണ് വിട്ടാൽ പിന്നെയും അങ്ങ് പോവാം. ഇത് എത്ര സമയം കൊണ്ട് ഇതിലിരിക്കണം എന്നറിയാം. എനിക്കിവിടെ അടുത്ത് ചാച്ചൂർ ഇറങ്ങാനാണ്. എന്നിട്ട് എത്ര സമയം കൊണ്ട് ഇതിലിരിക്കണം? ഇതുവരെ അവർ വണ്ടി എടുത്തില്ല. ആളുകൾ ബസ്സിലേക്ക് വന്ന് കൂടുതൽ ആളുകൾ കയറുകയാണ്. ഇപ്പോൾ തന്നെ സീറ്റൊക്കെ ഫില്ലായിട്ടുണ്ട്. കുറേ ആളുകൾ ഇപ്പോൾ തന്നെ നിൽക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ബസ്സുകൾ ഇറക്കുകയാണെങ്കിൽ സൗകര്യപ്രദമായി യാത്ര ചെയ്യാം എന്നും ആളുകൾ വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ നിരന്തരമായി അപകടങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ സർക്കാരും ഇത് പരിഗണിക്കും എന്ന് തന്നെയാണ് യാത്രക്കാരും എന്തായാലും കരുതുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ സാന്ത്വന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം. അതാണ്, പദ്ധതി നല്ലതാണ്, പക്ഷെ അത് നല്ല രീതിക്ക് നടക്കണം എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യം. കൂടുതൽ സർവീസുകൾ വേണം, ഇത്രയും തിക്കും തിരക്കും ഒഴിവാക്കണം, ഇല്ലെങ്കിൽ അത് അപകടങ്ങളിലേക്ക് നയിക്കുമെന്നുള്ളതിൽ ജനത്തിനും മറ്റൊരു അഭിപ്രായമില്ല.